ഹായ് അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി ബിരിഞ്ചിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം 1/4 കപ്പ് അളവിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ചേർക്കരുത്, കുറച്ച് മതിയാകും. ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് സാധാരണ വെള്ളവും കൂടാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം. ഇനി നമുക്ക് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി തന്നെ മതിയാകും കേട്ടോ. ഇതിലേക്ക് ഏത് അരിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അരി മതിയാകും. അപ്പം നമ്മൾ ഇതേപോലെ അങ്ങ് അരി നന്നായി കഴുകി ഊറ്റിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഒന്നുകൂടെ പാകം നോക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു പരുവാകുന്ന സമയത്ത് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഗ്യാസിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമുക്ക് റൈസൊക്കെ റെഡിയായി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ബീഫ് വരട്ടിയതും അതുപോലെ തന്നെ പരിപ്പ് കറിയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇതിലേക്ക് കഴിക്കാൻ എടുക്കുന്നത് വയനാട് സ്പെഷ്യൽ എല്ലുകറിയാണ് കേട്ടോ. അപ്പോൾ എല്ലുകറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോത്തുംകാലിൻ്റെ ആ ഒരു സ്റ്റൈലിൽ വെക്കുന്ന ഒരു എല്ലുകറിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാഹ് ഞാൻ വൈകാതെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലുകറിയും പപ്പടവും കൂട്ടിയിട്ട് ബിരിഞ്ചി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും താങ്ക് യു.